الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്. സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടുകൂടെ ജീവിക്കുക എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. സമാധാനം അന്വേഷിച്ച് ആളുകൾ പല വഴികളിലൂടെയും സഞ്ചരിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായ, ഖുർആനിനെ വേദഗ്രന്ഥമായി സ്വീകരിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർഭയത്വം ലഭിക്കുന്ന രണ്ട് വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ വചനമാണ്. ആ രണ്ട് ആയത്തുകൾ മനസ്സിരുത്തി പാരായണം ചെയ്താൽ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, അതിൻ്റെ ആശയം ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർഭയത്വം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരാണോ ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവരാകുന്നു നേർവഴി പ്രാപിച്ചയാളുകൾ. നോക്കൂ, നിങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിർഭയത്വം ലഭിക്കാൻ, അവന് സമാധാനമുണ്ടാകാൻ അള്ളാഹു പഠിപ്പിക്കുന്ന വഴി ഏതാണ്? ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക. അതോടൊപ്പം തന്നെ
ആ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുക. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് സ്വഹാബികൾക്കിടയിൽ വലിയ സംശയങ്ങൾ, വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലമ്മ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത്, അഥവാ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ശഖ്ഖ ദാലിക അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്കിടയിൽ സംശയം ഉണ്ടായിന്ന, അവർ ഷഖ്ഖിലായി, അവരുടെ ഇടയിൽ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ടായി. എന്തുകൊണ്ടാണ്? അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്ന് കൊണ്ട് പറഞ്ഞു, അയ്യുന ലം യൽബിസ് ഈമാനഹു ബിദുൽമിൻ. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ് കലർത്താതിരിക്കുകയും അന്യായം കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്കാണ് നിർഭയത്വം, അവരാകുന്നു നേർവഴി പ്രാപിച്ച ആളുകൾ. അപ്പൊ സ്വഹാബികളുടെ സംശയം, അവരൊക്കെ വിശ്വാസം സ്വീകരിച്ചവരാണ്, അവരെല്ലാവരും അള്ളാഹുവിനെ അംഗീകരിച്ച ആളുകളാണ്, പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ ദുൽമുകൾ, അക്രമങ്ങൾ, തിന്മകൾ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ പേടിച്ചു എന്നാണ്. ഞങ്ങളുടെ വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ചില ഉൽമുകളൊക്കെ, ചില അക്രമങ്ങളൊക്കെ കടന്നു വരാറുണ്ടല്ലോ. അപ്പം ഞങ്ങൾ നിർഭയത്വമുള്ള ആളുകളല്ലേ, ഞങ്ങൾ നേർവഴി പ്രാപിച്ച ആളുകളല്ലേ? അതായിരുന്നു സ്വഹാബികളുടെ സംശയം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഈ നബിയെ, ഒരു അക്രമവും ചെയ്യാത്ത ആരാണ് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളത്? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യം, നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള കാര്യം. ഇവിടെ ദുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലാ തസ്മഉ ഇലാ ഖൗലി ലുഖ്മാൻ ഇബ്നിഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത ഉപദേശം കേട്ടിട്ടില്ലേ നിങ്ങൾ? അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞത് ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്കാണ് ഏറ്റവും വലിയ ദുൽമ്, ഏറ്റവും വലിയ അക്രമം. അപ്പൊ പ്രവാചക തിരുമേനി അവരെ പഠിപ്പിക്കുന്നത് എന്താണ്? വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൽ ഷിർക്ക് കലരാതെ ജീവിക്കുകയും ചെയ്തവരാരാണോ അവർക്ക് നിർഭയത്വമുണ്ട്, അവർ നേരായ വഴിയിലാണ്, അവർ മുഖ്തദീകളുടെ കൂട്ടത്തിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠെന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തൗഹീദ് പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് സ്വീകരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ, ആ തൗഹീദിന് എതിരായ ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിർഭയത്വം ഉണ്ടാകും, നമുക്ക് സമാധാനമുണ്ടാകും, നമുക്ക് സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്, തൗഹീദിനെ കുറിച്ചാണ്, നമ്മുടെ അഖീദയെ കുറിച്ചാണ്. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ തൗഹീദ് റുബൂബിയത്തിനെ കുറിച്ച് മനസ്സിലാക്കി. തൗഹീദ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബ്, അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്. ആ വിശ്വാസത്തിനാണ് തൗഹീദ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ. ഞാനത് ഇനി വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ തൗഹീദിൻ്റെ ഇനമെന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉലൂഹിയ്യയാണ്, അഥവാ ആരാധനയിലുള്ള ഏകത്വമാണ്. ഈ പ്രപഞ്ചത്തിന് ഏകനായൊരു സൃഷ്ടാവുണ്ട് എന്ന വിശ്വാസം തൗഹീദ് റുബൂബിയത്താണ് എങ്കിൽ ആ തൗഹീദ് റുബൂബിയത്ത് അംഗീകരിക്കുന്ന ആളുകളുടെ കടമയാണ് നമ്മുടെ ആരാധനകൾ, നമ്മുടെ നേർച്ചകൾ, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ നമസ്കാരം, നമ്മുടെ സുജൂദ് എന്താകട്ടെ, ആരാധനയുടെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യവും അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറയുന്നത്. ഇബാദത്തുകൾ അർപ്പിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും അർഹതയുള്ളവൻ ഇലാഹായ അള്ളാഹു മാത്രമാണുള്ളത്. ഈ വിശ്വാസത്തിനാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ 14-ാമത്തെ ആയത്താണ്. എന്താ അല്ലാഹു പറയുന്നത്? ഇന്നനി അനല്ലാഹ്, ഞാനാകുന്നു അല്ലാഹു, ഞാനാണ് അല്ലാഹു. അതിന് തൊട്ടുപിറകെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി, ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. അള്ളാഹ് നമ്മളെ പഠിപ്പിക്കണം, ഞാനാണ് അല്ലാഹു, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ഫഅബ്ദുനി, നിങ്ങൾ എന്നെ ആരാധിക്കണം, എനിക്ക് ഇബാദത്ത് ചെയ്യണം, എന്നെ ഓർക്കാൻ വേണ്ടി, എന്നെ സ്മരിക്കാൻ വേണ്ടി നമസ്കാരം എന്ത് ചെയ്യണം? നിങ്ങൾ നിലനിർത്തുകയും വേണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, ഞാനും
നബി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞങ്ങളുടെ കൂടെ വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ നബിയുടെ സമീപത്ത് കൂടെ നടക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ചു, യാ മുആദ്, മുആദ്. നബി മുആദിനെ വിളിച്ച് ചോദിക്കുകയാണ്. മുആദിനെ വിളിച്ച സമയത്ത് മുആദ് റളിയല്ലാഹു പറഞ്ഞു, ലബ്ബൈക റസൂലല്ലാഹി വസഅദൈക. നബിയുടെ വിളിക്ക് അദ്ദേഹം ഉത്തരം, നബിയെ നിങ്ങളുടെ വിളി ഞാൻ കേട്ടിരിക്കുന്നു, എന്താണ് നബിയെ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്? സുമ്മ സാറ സഅതൻ. നബി ഒന്നും മിണ്ടിയില്ല. കുറച്ച് സമയം കഴിഞ്ഞു പോയി. പ്രവാചകൻ നബി ഒന്നും പറയുന്നില്ല. വീണ്ടും നബി വിളിച്ചു, യാ മുആദ്, മുആദ് എന്ന് വിളിച്ചു. മുആദ് നബിയുടെ കൂടെയുണ്ട്. ആ സമയത്ത് മുആദ് റളിയല്ലാഹു പറഞ്ഞു, ലബ്ബൈക റസൂലല്ലാഹി വസഅദൈക. നബിയെ ഞാൻ ഇതാ നിങ്ങളുടെ വിളിക്ക് ഉത്തരമേകിയിരിക്കുന്നു, എന്താണ് നബിയെ എന്ന ചോദ്യം ഉയർത്തി. വീണ്ടും നബി ഒന്നും മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരല്പ സമയമെടുത്ത് വീണ്ടും നബി ഇതേപോലെ ചോദിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ മുആദ്, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി. മുആദ് നിനക്കറിയുമോ അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ഹക്ക് എന്താണ് എന്ന്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണിത്. നമുക്കെന്താണ് അല്ലാഹുവിനോടുള്ള ഹക്ക്? ഇതാണ് നബിയുടെ ചോദ്യം. മുആദ്, അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യന്മാർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ്, ഹക്ക് എന്താണ്, അവകാശം എന്താണ്, കടമ എന്താണ്? ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. നബിയെ എനിക്കറിയില്ല, അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമാണ് അറിയുക. ആ സമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅബുദൂഹു വലാ യുശ്രികു ബിഹി ഷൈആ. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒരു അടിമക്ക്, അള്ളാഹുവിന്റെ ഒരു ദാസന് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കടമ എന്ന് പറയുന്ന അൻ യഅബുദൂഹു, അവനെ മാത്രം ആരാധിക്കലാണ്. വലാ യുശ്രികു ബിഹി ഷൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ കടമ. നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം ഇതിനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ എന്താണ്? നമ്മുടെ റബ്ബായ, നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് നൽകിയ വായുവും വെള്ളവും ജീവിക്കാൻ ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാന് ആരാധനകൾ അർപ്പിക്കുക. അതാണ് നമ്മുടെ കടമ. സുമ്മ സാറ സഅ. പിന്നെയും കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു പോയി. നബി വീണ്ടും വിളിച്ചു, യാ മുആദ്, മുആദ്, നിനക്കറിയുമോ അള്ളാഹുവിന് അവന്റെ അടിമകളോടുള്ള ഹക്ക് എന്താണ് എന്ന്? അള്ളാഹുവിനോടുള്ള ഹക്ക് പൂർത്തിയാക്കിയ അടിമകളുണ്ടല്ലോ, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, അവനിൽ പങ്കു ചേർക്കാത്ത അടിമകളുണ്ടല്ലോ, ആ അടിമകളോട് അള്ളാഹുവിനുള്ള ഹക്ക് എന്താണ്, അള്ളാഹുവിനുള്ള കടമ എന്താണ് എന്നറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അള്ളാഹുവിനും അവന്റെ പ്രവാചകനുമാണ് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബഹും. മുആദേ, അള്ളാഹുവിനെ ആരാധിക്കുന്ന, അവനെ ഇബാദത്ത് ചെയ്യുന്ന അടിമകളോട് അള്ളാഹുവിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ, അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലാ യുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം അടിസ്ഥാനപരമായി നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. നമ്മളെ അള്ളാഹു പടച്ചത് അവനെ ആരാധിക്കാനാണ്, അവന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള വൈകല്യങ്ങൾ വരുത്താൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും, എന്തിനാ ഇപ്പം ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, എന്തിനാ ഇത് നിരന്തരം നമ്മൾ കേൾക്കുന്നത്? സഹോദരങ്ങളെ, ഒരു പ്രവാചകൻ ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എപ്പോഴെന്നറിയോ? ഒരു പ്രവാചകൻ ദഅവത്ത് നടത്തി ആ പ്രബോധന ഫലമായി ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നു. ഇപ്പം നൂഹ് നബിന്റെ ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. നൂഹ് നബി 950 കൊല്ലം ദഅവത്ത് നടത്തി. നൂഹ് നബിയിൽ കുറച്ച് ആൾക്കാരെ വിശ്വസിച്ചത്, ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും, അവിശ്വാസികളായ എല്ലാ ആൾക്കാരെയും പടച്ചോൻ നശിപ്പിച്ചു. അല്ലേ? വളരെ കുറച്ച് ആൾക്കാർ, ആ കപ്പലിൽ കയറിയ ആൾക്കാർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ആ കപ്പലിലുള്ള ആൾക്കാർ, അവരൊക്കെ ആരാ? അവർ മുഅ്മിനുകളാണ്, അവർ മുവഹീദുകളാണ്, അവർ തൗഹീദ് ഉൾക്കൊണ്ട ആൾക്കാരാണ്. അവരായിരുന്നു തൗഹീദുള്ള ആൾക്കാർ. പിന്നെ എന്തിനാ നൂഹ് നബിക്ക് ശേഷം ഇബ്രാഹിം നബി വന്നത്, ഹൂദ് നബി വന്നത്, സ്വാലിഹ് നബി വന്നത്? തുടരെ പ്രവാചകന്മാരെ എന്തിനാ അള്ളാഹു ഇറക്കിയത്? ആ മുവഹീദുകളായ ആളുകൾക്ക് വ്യതിയാനം സംഭവിച്ചു, അവർ വഴിതെറ്റി. അഥവാ മനുഷ്യന്റെ സ്വഭാവമാണ്, തൗഹീദിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യും? വ്യതിയാനം സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ആവർത്തിച്ച് പറയുന്നത്. നോക്കൂ നിങ്ങൾ, മലയാളത്തിൽ ഇറങ്ങിയ ഒരു പുസ്തകത്തിലെ വാചകം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാചകമാണ്. എന്താ വാചകം എന്നറിയോ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നുള്ളത് സാക്ഷാൽ ഇബ്ലീസിന്റെ വാദമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിന്റെ ഗൗരവം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നുള്ളത്
സാക്ഷാൽ ഇബ്ലീസിന്റെ വാദമാണ്. നഊദു ബില്ലാഹ്. ഇബ്ലീസ് എവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് ഒരു സ്ഥലത്തും, ഇബ്ലീസിന്റെ പല വാചകങ്ങൾ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. പക്ഷെ ഇബ്ലീസ് പറയാത്തൊരു വാചകാണ് മനുഷ്യന്മാര് പിശാചിന്റെ പേരിൽ പോലും കളവ് പറയുന്നത്. ഇത് എന്തിനാ നബിമാര് വന്നത്? അള്ളാനെ മാത്രം വിഭാത്തിയാണെന്ന് പഠിപ്പിക്കാനാ. എന്നിട്ട് ആ നബിയെ അംഗീകരിക്കുന്ന വിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ചില മനുഷ്യന്മാർ പറയാ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത് സാക്ഷാൽ ഇബ്ലീസിന്റെ വാദമാണെന്ന്. നോക്കൂ, നിങ്ങൾ ഏതൊരു സാധാരണക്കാരനായ ഒരു അധികമൊന്നും ദീന് പഠിക്കാത്തൊരു മനുഷ്യനോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ. നിങ്ങൾ മുഹയ്യിദ്ദീൻ ഷേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താ നമ്മുടെ മനസ്സിൽ വരുന്നൊരു മറുപടി എന്താ? അതിന് കുറെ ദീനൊന്നും പഠിക്കണ്ട, തൗഹീദ് ഉൾക്കൊണ്ട ഏതൊരാളും പറയും പറ്റൂല എന്ന് പറയാ, അത് പാടില്ല എന്ന് പറയാം. കാരണം പ്രാർത്ഥനക്കർഹൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാത്ത ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ് മുഹയ്യിദ്ദീൻ ഷേഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ്. അത് ഖുർആനിലുണ്ട്. ഞാൻ കയറി നിൽക്കുന്ന സ്ഥലം മിമ്പറാണ്. വിശ്വാസികൾക്ക് ഉപകാരപ്പെടുന്ന സംസാരങ്ങൾ നടത്താനുള്ള ഇടമാണ്. ഈ ഇടത്തിൽ വെച്ച് ഒരു വാചകം എൻ്റെ വകയായി ഞാൻ പറഞ്ഞാൽ അതിൻ്റെ അദാബത്തിലായിരിക്കും എന്നുള്ളത് നല്ല ബോധ്യരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മുഹയ്യിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അത് അനുവദനീയമാണ്, അത് ഖുർആനിലുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ സമൂഹത്തെ ആളുകൾ കൊണ്ടുപോകുന്നത്? അതുകൊണ്ടാണ് ഈ വിഷയം ഗൗരവമുള്ളതായി മാറുന്നത്. ചില ആൾക്കാരൊക്കെ കുത്തുബിയത്തിന്റെ ബെയ്ത്ത് കണ്ടിട്ടുണ്ടാകും. കുത്തുബിയത്തിന്റെ ബെയ്ത്ത് ചൊല്ലിയ ആൾക്കാർ ഒരുപക്ഷെ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ടാകും. ആ കുത്തുബിയത്തിന്റെ ബെയ്ത്തിൽ ഒരു വാചകമുണ്ട്. ആരെങ്കിലും ഒരാൾ 1000 തവണ മുഹയ്യിദ്ദീൻ ഷേഖിനെ വിളിക്കാണ്, ഭക്തിയോടുകൂടെ വിളിക്കാണ്, എന്നിട്ടോ പ്രതീക്ഷയോടുകൂടെ വിളിക്കാണ്. അങ്ങനെയാണ് എങ്കിൽ അവന് പെട്ടെന്ന് മുഹയ്യിദ്ദീൻ ഷേഖ് ഉത്തരം കൊടുക്കുന്ന. ഖുർആനെതിരാണിത്, വിശുദ്ധ ഖുർആനെതിരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ ദുൽമ് കലരുന്നില്ല, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് വരുന്നില്ല എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കണം. ഞാനൊരു 5 പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ 5 പോയിന്റുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ നാട്ടിൽ സാധാരണ ഈ തൗഹീദും ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ സഹായം ചോദിക്കണം. ശരി, അത് ഹദീസിലുണ്ട് എങ്കിൽ ഖുർആനിലുണ്ട്, നമുക്ക് സ്വീകരിക്കാം സഹോദരങ്ങളെ. എന്താ പ്രശ്നം? നമ്മൾ പറയുന്നത് ഒരു സഹായത്തേട്ടം എപ്പോഴാണ് ഷിർക്കാകുക എന്ന് നമ്മൾ പഠിച്ചാൽ മതി. ഇന്ന് പല ആൾക്കാരും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, സഹായം തേടുകയാണ് എന്ന് പറയുന്ന ആളുകളുടെ വാദം അബദ്ധമാണ്, ശരിയല്ല, ഇസ്ലാമികമല്ല എന്ന് മനസ്സിലാക്കാനുള്ള 2 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളൊരാളോട് സഹായം ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കണം ആ കാര്യം ഇപ്പോൾ ഷിർക്കാകാന്നറിയോ? ഒരാൾക്ക് സഹായിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ സഹായം തേടിയാൽ ആ തേട്ടം എന്താണ്? ഷിർക്കായിരിക്കും. ഒരാൾക്ക് സഹായിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ അയാളോട് നമ്മൾ സഹായം ചോദിക്കണം, അത് ഷിർക്കായിരിക്കും. ഉദാഹരണം, ഇത് കൃത്യമായി പഠിക്കണം, അല്ലെങ്കിൽ പ്രശ്നം. ഇതിൽ മറ്റു ചില മേഖലകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഉദാഹരണത്തിന് പാപങ്ങൾ പൊറുക്കുന്നവനായിട്ട് അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അള്ളാഹിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, പാപങ്ങൾ പൊറുക്കുന്നവനാരാ? അള്ളാഹുവാണ്. ഇനി ഒരാൾ അള്ളാഹു അല്ലാത്ത ഒരാളുടെ പാപങ്ങൾ പൊറുക്കാൻ ചോദിച്ചാലോ? എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണേ എന്ന് അള്ളാഹു അല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നബിയെ നിങ്ങൾ എൻ്റെ പാപങ്ങൾ പൊറുത്തു തരണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ അതെന്താ? അത് ഷിർക്കാണ്. കാരണം എന്താ? പാപങ്ങൾ പൊറുക്കുക എന്ന ഉത്തരവാദിത്തം അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ നബിയെ നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് ഹിദായത്തിലാക്കാൻ പറ്റൂല. നബിയോട് അള്ളാഹ് പറഞ്ഞ വാചകാണ്. ഒരാൾക്കും ഹിദായത്ത് കൊടുക്കാൻ ഒരു മനുഷ്യന്മാർക്കും കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മൊയ്തീൻ ഷേഖേ ഇന്നയാളെ നീ ഹിദായത്തിലാക്കണേ, ഇന്നയാൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ, എന്ന് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ്. അതിൽ യാതൊരു സംശയമില്ല. ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഒരു സഹായത്തേട്ടം ശിർക്കാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു വഴിയാണ് മരിച്ച ആൾക്കാരാണോ തേടുന്നത്? ശിർക്കാണ്. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഇൻ തദഉഹും ലയസ്മഉ ദുആക്കും. നിങ്ങൾ അവരെ വിളിച്ച് നിങ്ങൾ തേടിയാൽ, ദുആ നടത്തിയാൽ ആ ദുആ അവർ കേൾക്കൂല. അവർ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന മനുഷ്യന്മാരാണ്. ഒന്ന്, അവരെ ദുആയിന് ഉത്തരം കൊടുക്കാൻ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണി അവരെ ഏൽപ്പിച്ചു. അവരൊക്കെ മനുഷ്യന്മാരാണ്, അവരൊക്കെ സൃഷ്ടികളാണ്. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹ് പറഞ്ഞു വലൗ സമിഉ മസ്തജാബു ലക്കും. അവർ കേട്ടാൽ പോലും നിങ്ങൾക്ക് അവരെന്ത് ചെയ്യൂല? ഉത്തരം നൽകൂല. ഖബറിൽ കിടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ദുആ കേൾക്കൂല.
നിങ്ങൾ വിളിക്കുന്നത് കേൾക്കൂല. ഇനി കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും അവരെന്ത് ചെയ്യൂല, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല എന്ന് വളരെ കൃത്യമായി കൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരു തേട്ടം ശിർക്കാണ്. മരിച്ചവരോടാണെങ്കിൽ എന്തായി തീരും? അത് ശിർക്കായിരിക്കും. അതേപോലെ തന്നെ നിന്റെ തേട്ടം കേൾക്കാൻ കഴിയാത്തവരെ വിളിച്ചു തേടാം. ഇപ്പൊ മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്ന ആൾക്കാർ, മൊയ്തീൻ ഷേഖിന് എന്തൊക്കെ ഭാഷ അറിയാം? അദ്ദേഹം മലയാളത്തിൽ സംസാരിച്ച മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയെക്കുറിച്ച് ഒരു പക്ഷേ അദ്ദേഹത്തിന് അറിയ പോലും ഉണ്ടാകൂല. അദ്ദേഹം ഏറ്റവും നല്ല പണ്ഡിതനാണ്, മുജദ്ദിദാണ്, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്, തൗഹീദ് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. നമ്മുടെ നാട്ടിൽ മൊഹീദ്ദീൻ ഷേഖിനെ പരിചയപ്പെടുത്തുന്ന പോലുള്ള ആളൊന്നല്ല മൊഹീദ്ദീൻ ഷേഖ്. അദ്ദേഹം മഹാപണ്ഡിതനാണ്. തൗഹീദൊക്കെ വളരെ സുന്ദരമായി ജനങ്ങളെ പഠിപ്പിച്ച മുജദ്ദിദാണ്, പരിഷ്കർത്താവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മലയാളം അറിയോ? എന്നിട്ട് അദ്ദേഹത്തെ ഇവിടുന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. അത് ശിർക്കാണ് സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു, ഇത് ആരോടെങ്കിലുള്ള വെറുപ്പോ ദേഷ്യമോ എന്തെങ്കിലും പക തീർക്കാനുള്ള ഒരു വാചകമല്ല. നമ്മുടെ വിശ്വാസത്തിൽ നുൽമ വരുന്ന മേഖലയാണ്. അതാണ് പ്രശ്നം. നമ്മുടെ വിശ്വാസത്തിൽ നുൽമ വരുന്ന മേഖലയായതുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം കൃത്യമായി കൊണ്ട് പറയേണ്ടി വരും. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നു. എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം, ലോകത്തേക്ക് കടന്നു വന്ന ഒരു നബിയും അള്ളാഹു എല്ലാത്തിനും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അവരല്ലേ നമുക്ക് സന്മാർഗം കാണിച്ചു തന്ന ആൾക്കാർ, അവരല്ലേ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തന്ന ആൾക്കാർ. അവരാരെങ്കിലും അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അള്ളാഹു എല്ലാത്തിനും വിളിച്ച് പ്രാർത്ഥിച്ചോ? ഖുർആൻ എടുത്തു നോക്കൂ നിങ്ങൾ. ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഒട്ടനവധി പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ 150-ലധികം തവണ റബ്ബന അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബി എന്നൊക്കെ വിളിച്ചുള്ള പ്രാർത്ഥന ഖുർആനിൽ കാണാൻ പറ്റും. ആ പ്രയോഗത്തിലുള്ള റബ്ബന അല്ലെങ്കിൽ റബ്ബി അല്ലാഹുമ്മ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ, അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. അതിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്തവരോടുണ്ടോ? റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതിൻ്റെ പിന്നെ പ്രാർത്ഥനയല്ലേ. ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ തെറ്റുപറ്റിയപ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യാണ്. ആ വഴിയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. അയ്യൂബ് നബി അലൈഹിസ്സലാം വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അയ്യൂബ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ സന്ദർഭം. മൂസാ നബി ആരെയാ വിളിച്ചത്? നൂഹ് നബി ആരെയാ വിളിച്ചത്? അല്ലാഹുവേ, എന്നെ കളവാക്കുന്ന ഈ ആളുകളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഏത് പ്രവാചകന്മാരെടുത്തു നോക്കൂ നിങ്ങൾ. നമ്മൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, ലോകത്തേക്ക് കടന്നു വന്ന് നമുക്ക് ദീന് പഠിപ്പിച്ച നബിമാരെല്ലാവരും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരാണ്. അവരാരും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം ചോദിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിനെ അറിയില്ലേ? ഇബ്രാഹിം നബിയെ കണ്ടിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ചാരിയിരിക്കുന്ന ഇബ്രാഹിം നബിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകിട നബിയുടെ ആകാശാരോഹണ യാത്രയിൽ. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഇബ്രാഹിം നബിനെ വിളിച്ചൊരു തേട്ടുണ്ടോ? ഈ ഇന്ന് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കബറിൽ കിടക്കുന്ന മരിച്ചുപോയ മനുഷ്യന്മാരെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠനല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം? ആ ഇബ്രാഹിം നബിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചോ? ഇല്ലല്ലോ. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ എന്ത് ചെയ്യുന്നു? ആളുകളിൽ ശിർക്ക് വരുന്ന മേഖല നമ്മൾ കരുതിയിരിക്കണം. രണ്ടാമത്തെ കാരണം, അള്ളാഹു അല്ലാതെ ഇന്ന് പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്കാർ അവർ അടിമകളാണ്. നിങ്ങൾ ആരെടുത്തു നോക്കൂ നിങ്ങൾ. ലോകത്ത് യേശു ക്രിസ്തുവാകട്ടെ, ശ്രീരാമനാകട്ടെ, ശ്രീകൃഷ്ണനാകട്ടെ, ശ്രീബുദ്ധനാകട്ടെ, ആരാകട്ടെ, ഇവരൊക്കെ ആരാ? അവരൊക്കെ അടിമകളാണ്. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകളാണെന്ന്. അപ്പൊ അള്ളാഹുവിന് പുറമെ ലോകത്ത് ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവരാരാ? അവർ നമ്മളെപ്പോലുള്ള അടിമകളാണ്. അതുകൊണ്ട് തന്നെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അടിമകളെയല്ല ആരാധിക്കേണ്ടത്. അടിമകളെ സൃഷ്ടിച്ച സൃഷ്ടിനാഥൻ ആരാണോ ആ സൃഷ്ടിനാഥനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആരാധിക്കേണ്ടത്. ഇനിയോ അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്കാർ അശക്തരാണ്, ദുർബലരാണ്. അവരൊക്കെ ദുർബലരാണ്. അവർക്ക് അവരുടെ കാര്യം പോലും നോക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ മാതാ അമൃതാൻ എന്ന് ദൈവമായി കാണുന്ന അവരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. മുമ്പ് കാലങ്ങളിലൊക്കെ കാണാം, കോഴിക്കോട് നഗരിയിലും വലിയ വലിയ സ്ഥലങ്ങളിൽ ആ അമ്മ വരുന്നു എന്ന് പറയുന്ന വലിയ പോസ്റ്ററുകൾ കാണാറുണ്ട്. അപ്പം ഞാനൊക്കെ പലതവണ കണ്ടിട്ടുണ്ട് ആ പോസ്റ്റർ. ആ പോസ്റ്ററിലേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ അമ്മയുടെ തലമുടി നരച്ചു പോയിട്ടുണ്ട്. സ്വന്തം തലമുടിയെ നരയിൽ നിന്ന് സുരക്ഷിതയാക്കാൻ കഴിയാത്തവരോടാണ് നമ്മുടെ പ്രശ്നങ്ങൾ ആൾക്കാർ പറയുന്നത്. അത് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ സ്വന്തം തലമുടിയെ നരയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്തവരെ ദൈവമായി കാണുന്ന ആൾക്കാർ, അവർക്കതിന് അവകാശമുണ്ട്. ഞാനതിനെ വിമർശിക്കാനോ വർഗീയത പറയല്ല, അവർക്കതിന് അവകാശമുണ്ട്. പക്ഷെ അള്ളാഹു പറഞ്ഞ വാചകം എന്താ? അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ അശക്തരാണ്.
മനസ്സിലായില്ലേ? സത്യസായി ബാബയെ സ്വന്തം അംഗരക്ഷകൻ വെടിവെക്കാൻ വന്നപ്പോൾ ഓടി രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചത് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാ മനുഷ്യന്മാരുടെ അവസ്ഥ. ആളുകൾ ദൈവമായി കാണുന്ന ആൾക്കാരാ, അശക്തരാണ്, അവർ ദുർബലരാണ്. അവരുടെ കയ്യിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രയോഗമാണ് അവരോട് വല്ലതും തേടിയാൽ ആ തേടുന്നത് നമുക്ക് നൽകാനുള്ള അതിനുള്ള കഴിവുള്ള ആൾക്കാരെ അവർ ദുർബലരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നാലാമത്തെ കാര്യം, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ആ പ്രാർത്ഥന കേൾക്കുകയോ ഉത്തരം ചെയ്യുകയോ ചെയ്യില്ല. ഞാൻ നേരത്തെ ആയത്തോതി, അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്താണ്? സൃഷ്ടിക്കാൻ കഴിയാത്തവരും തികച്ചും ദുർബലരുമാണ്. ഈ ആളുകൾ എന്തിനെങ്കിലും സൃഷ്ടിച്ചുക്കണോ? ഈ മനുഷ്യന്മാർ, ഇന്ന് ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്കാർ എന്തിനെങ്കിലൊക്കെ സൃഷ്ടിച്ച ആൾക്കാരെ? ഇതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ തൗഹീദ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ഇത് നിർഭയത്വമാണ്, അതൊരു ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിഗുൽം എന്ന ആയത്ത് മനഃപൂർവ്വം ഓതിയതാണ്. നമ്മുടെ വിശ്വാസത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? ദുൽമ് ഉണ്ടാകാൻ പാടില്ല. അടിയുറച്ച വിശ്വാസികളാവുക, ഈമാനോടുകൂടെ ജീവിക്കുക, ശിർക്ക് വരാതെ ജീവിക്കുക. എങ്കിൽ നമ്മുടെ ജീവിതം സമാധാനമുള്ളതാകും, സന്തോഷമുള്ളതാകും, റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ളവരാണ്, കർമ്മങ്ങൾ ചെയ്യാനുള്ളവരാണ്. നമ്മളിൽ പല ആളുകളും അശ്രദ്ധ കൊണ്ട്, ശ്രദ്ധയില്ലായ്മ കൊണ്ട് പല കർമ്മങ്ങളും നഷ്ടപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ നമുക്കറിയുന്നതാകാം, പഠിച്ചതാകാം, ആരെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് കൊണ്ടുവരും. പിന്നെ ഒരുപക്ഷെ നമുക്കത് പതിവാക്കാൻ സാധിക്കും. ഈ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള നമ്മുടെ വെള്ളിയാഴ്ചകളിൽ, രണ്ടാമത്തെ ഖുതുബകളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ചില പ്രാർത്ഥനകൾ, ചില മര്യാദകൾ, ചില ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് നമുക്ക് വേണ്ടിയുള്ളതാണ്. ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടിയത് എന്ന് നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബകൾ സഹാബികൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വകയായി, ഖുതുബ പറയുന്ന ആളുകളുടെ വകയായി ഒന്നും അവർ പറയാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, അതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഖുതുബയും നമുക്ക് ജീവൻ നൽകേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പലതും കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം മാത്രം എടുത്താൽ മതി. നമ്മൾ നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച വളരെ നിസ്സാരമായ ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ രാത്രി ഉറങ്ങുന്ന മനുഷ്യന്മാരാണ്. ഉറക്കമെന്നുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അവിടെ നിന്നിട്ട് ആ പ്രഭാത സമയം മുതൽ വീണ്ടും ആ വിരിപ്പിലേക്ക്, കട്ടിലിലേക്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ഒരു ദിവസത്തെ സുദീർഘമായൊരു സമയമുണ്ട്. ആ സമയത്തിനിടയിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ഖുതുബയിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഉറങ്ങാൻ കിടന്നൊരു മനുഷ്യൻ, അവിടെയുള്ള മര്യാദകൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നമ്മൾ സംസാരിക്കും. ഉറക്കത്തിൻ്റെ ഇടയിൽ ഒരാൾ പെട്ടെന്ന് ഉണർന്നു, അയാൾ പേടിച്ചുണർന്നു, അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് ഉണർന്നു, അയാൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇസ്ലാമിനൊരു മര്യാദയുണ്ട്. ഇസ്ലാമിനൊരു മര്യാദയുണ്ട് എന്ന് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സൗഭാഗ്യത്തിൻ്റെ സന്ദർഭം അവിടെയുണ്ട്. അതെങ്ങാനും ആത്മാർത്ഥമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ ആ സമയത്ത് ഉപയോഗപ്പെടുത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരാൾ ഉറങ്ങി, അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റാൽ അവൻ ഇപ്രകാരം പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. അതിൻ്റെ ബാക്കി വാചകങ്ങൾ കൂടെയുണ്ട്. അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗഫിർലി. എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രാർത്ഥനയിലെ ഒരു വാചകം പോലും പുതുതായി ഈ പള്ളിയിലിരിക്കുന്ന ഒരാൾക്കും പഠിക്കേണ്ടതുണ്ടാവില്ല. എല്ലാവർക്കും അറിയത്.
അത്രമാത്രം പരിചയമുള്ള പദങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗഫിർലി. എന്താ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ, ഈ പ്രാർത്ഥന നിർവഹിച്ചാലുള്ള നേട്ടം എന്താണ്? മഹാനായ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തആറ മിനൽ ലൈൽ, രാത്രിയിൽ ഒരാൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഉറക്കമുണർന്നു. അങ്ങനെ അയാൾ ഈ പ്രാർത്ഥന നിർവഹിച്ചു. അങ്ങനെയാണ് എങ്കിൽ ആ പ്രാർത്ഥന അവൻ നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അള്ളാഹുവിനോട് പറയുന്ന വാചകം അല്ലാഹുമ്മ ഗഫിർലി, പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ എന്നാണ്. അള്ളാഹുവിന് പുറത്തു കൊടുക്കും. അടുത്ത വാചകം കേട്ടോളൂ, ഔ ഖാല സുമ്മ ദഅ, എന്നിട്ട് അവൻ എന്തെങ്കിലും കാര്യത്തിൽ, അത് കഴിഞ്ഞ് അവൻ പ്രാർത്ഥിക്കണം, എന്തെങ്കിലും കാര്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്, അവൻ ഉത്തരം കിട്ടും, അവൻ ഉത്തരം ലഭിക്കും. ഇനിയോ അവൻ ഉറക്കം എഴുന്നേറ്റു, പെട്ടെന്നാണ് എഴുന്നേറ്റത്, അവൻ ഈ പ്രാർത്ഥന നിർവഹിച്ചു, അവൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. ഇനി അവൻ വേഗം വുളു ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കണമെങ്കിൽ അവൻ രാത്രിയിൽ നമസ്കാരം നിർവഹിക്കുകയാണ്. ഖുബിലത്തു സലാത്തുഹു, അവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന. ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ? രാത്രി നമ്മൾ പെട്ടെന്ന് ഉണർന്നതാണ്, ഉണർന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പ്രാർത്ഥന നിർവഹിക്കുക. ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള കാര്യം, ഹലാലായ എന്ത് കാര്യത്തിനും പ്രാർത്ഥിച്ചോളൂ, അതിന് ഇജാബത്തുണ്ട്. എൻ്റെ വാചകല്ല, ഉപരിലോകത്തുള്ള പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ അവന്റെ പ്രവാചകനിലൂടെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത സത്യസന്ധനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പ്രവാചകൻ കളവ് പറയൂ? ആ നബി പറഞ്ഞു, നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു നിങ്ങൾക്കത് നൽകും. എന്തൊക്കെ പ്രശ്നം നമുക്കൊക്കെ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് നമുക്ക്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു അമലാണിത്. ഈ പ്രാർത്ഥന അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പള്ളിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ പള്ളിയിലെ ഖുത്ബകൾ ലഭിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ അറിയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഈ പള്ളിയുടെ ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് ആ ഗ്രൂപ്പിൽ പ്രാർത്ഥന പോസ്റ്റ് ചെയ്യും. ഇനിയുള്ള എല്ലാ ഖുത്ബകളിലും വരുന്ന പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ, അവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പള്ളിയുടെ ഗ്രൂപ്പിൽ കിട്ടും. അത് നമ്മൾ പഠിക്കണം. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, വീട്ടുകാരെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഒരു കാര്യം, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, അത് ഗ്രൂപ്പിൽ മെമ്പർമാരെ കൂട്ടാനല്ല, നമുക്കൊരു പ്രാർത്ഥന പഠിക്കാനാണ്, നമുക്കൊരു ഖുത്ബ ലഭിക്കാൻ വേണ്ടിയാണ്. ഒന്ന് കേട്ട ഖുത്ബ ഒന്നും കൂടി കേൾക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ എന്ത് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആ ഒരു ദഅവ സംവിധാനത്തിൽ ജോയിൻ ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താണ്. പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ ജീവിതം ഏത് സമയത്താണ് അവസാനിക്കാന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഒരു മയ്യത്ത് നമസ്കരിച്ചു. ഒരു 20 വയസ്സിൽ 20, 21, 22 വയസ്സുള്ള എൻ്റെ വീടിൻ്റെ തൊട്ട് സമീപത്തുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്. അദ്ദേഹം ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. കുട്ടി ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അവൻ്റെ ബാപ്പയും അവൻ്റെ ജ്യേഷ്ഠനും 2 ദിവസം മുമ്പാണ് സൗദി അറേബ്യയിലേക്ക് പോയത്. 2 ദിവസം മുമ്പാണ്. അവൻ്റെ ബാപ്പ നമ്മുടെ പള്ളിയിലൊക്കെ വരുന്ന ആളാണ്. ആ കുട്ടി അപകടത്തിലാണ് മരിക്കുന്നത്. ആ ബാപ്പ മയ്യത്ത് അദ്ദേഹം സൗദിയിൽ നിന്ന് വന്ന സമയം മുതൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കണ്ണുനീര് നിന്നിട്ടുണ്ടാവില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും മയ്യത്ത് വഹിക്കുമ്പോഴൊക്കെ അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര സങ്കടം ഉണ്ടാകും. പ്രിയപ്പെട്ട, നമ്മളൊക്കെ അവസ്ഥ ഇതാണ്. നമുക്കിന്ന് ആരോഗ്യമുണ്ട് അല്ലേ, നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശ്വസനം നിലക്കാൻ അധിക സമയമൊന്നും വേണ്ട. പെട്ടെന്നുള്ള മരണങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ പലതവണ കണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കുക. ആയുസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ആ ചെറിയ ആയുസ്സിനിടയിൽ നന്മകൾ ചെയ്തുകൊണ്ട്, അമലുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. മക്കളില്ലാത്തവരുണ്ട്, അല്ലാഹു അവർക്ക് സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന ധാരാളം കുടുംബനാഥന്മാരുണ്ട്, വീട്ടിലുള്ള ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ആളുകളുണ്ട്, അള്ളാഹുവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.